ഇന്നലെ നമ്മുടെ സൈക്കിള് സേഫായി പാർക്ക് ചെയ്ത് അവിടുന്ന് ഇറങ്ങിയേട്ടാ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ പയ്യനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മള് നേരെ നാട്ടിലേക്ക് ഇരിക്കുകയാണ്. എന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഹിച്ചേക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകാനാട്ടോ. അങ്ങനെ ട്രക്കിനും പിന്നെ അതുപോലെ തന്നെ ബൈക്കിനൊക്കെ ലിഫ്റ്റ് കിട്ടിയേട്ടാ. കുറച്ച് ദൂരം നമുക്ക് ലിഫ്റ്റ് ഒക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് കുറെ നേരമൊക്കെ നമ്മൾ നടന്നിട്ടാ. ആ ഒരു ടൈമിലാണ് ഒരു പുള്ളിനെ കണ്ടുമുട്ടി. പുള്ളി നമ്മളൊരു ചായയും പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഒക്കെ തന്നിട്ടാ. അങ്ങനെ അവിടുന്ന് ഇറങ്ങണ വഴിക്ക് വേറെ രണ്ടുപേരെ കണ്ടുമുട്ടി. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വന്ന വഴിക്ക് ഒരു ബൈക്കിന് ലിഫ്റ്റ് കിട്ടിയേട്ടാ. പുള്ളി ഒരു സ്കൂൾ ടീച്ചറാണ്. അപ്പൊ പുള്ളിയുടെ സ്കൂളിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് അതുപോലെ തന്നെ വേറെ മാഷന്മാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടേട്ടാ. കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പുള്ളിയുടെ സ്കൂളിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. അവിടെ നിന്ന് വന്ന വഴിക്ക് പുള്ളി എനിക്ക് ഫുഡ് കാര്യങ്ങൾ മേടിച്ചു തന്ന് നല്ല ചോറും ചിക്കൻ കറിയൊക്കെ മേടിച്ചു തന്നിട്ടാ. അങ്ങനെ പുള്ളിനോട് യാത്രയൊക്കെ പറഞ്ഞ് അടുത്ത വണ്ടിക്ക് ലിഫ്റ്റ് കിട്ടാ. ഇതൊരു ആപ്പയിലാണ് നമുക്ക് ലിഫ്റ്റ് കിട്ടിയത്. പോണ റൂട്ട് എന്ന് പറയുന്നത് ഹൈവേ ആണ്, പക്ഷേ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അപ്പുറത്തും ഇപ്പുറത്തും ട്രക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാ. നമുക്ക് കുറച്ച് ദൂരമൊക്കെ ലിഫ്റ്റ് കിട്ടി. അത് കഴിഞ്ഞ് നടന്നൊക്കെ പോയിട്ടോ. അങ്ങനെ അടുത്ത വണ്ടിക്ക് ലിഫ്റ്റ് കിട്ടി. ഇനി പോണ റൂട്ട് എന്ന് പറയുന്നത് ഫുള്ള് പൊടിയും കാര്യങ്ങളാണ് ട്ടാ. അപ്പൊ എന്റെ കോസ്റ്റ്യൂം കണ്ടില്ലേ നിങ്ങള്. ഇങ്ങനെ വേണം നമുക്ക് അങ്ങാടേക്ക് പോകാൻ, കാരണം ഭയങ്കര പൊടിയാണ് ട്ടാ. പുള്ളി ഏകദേശം നമ്മളെ ജോവായി വരാൻ ലിഫ്റ്റ് തന്ന്. അങ്ങനെ അവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട് ട്ടാ. അവിടെ നമ്മൾ ടെന്റ് അടിക്കാൻ നിന്നപ്പോ അവര് നമുക്ക് താമസിക്കാൻ സൗകര്യം തന്ന്. അങ്ങനെ അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ തന്നിട്ടാ. ചോറും ചിക്കൻ കറിയും പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാകുന്നട്ടാ.